മെനു ഫ്രൈഡ് റൈസ്, സലാഡ്, പപ്പടം, പുതിനച്ചമ്മന്തി, വെജിറ്റബിൾ മോളി. അങ്ങോട്ട് എഗ് ഉണ്ടോ നിന്ന് മുട്ടയുണ്ടോ? ഉണ്ട്. പുതിയ ഉച്ചഭക്ഷണ മെനു നടപ്പിലാക്കുന്നു പൂർണ്ണമായി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത് എഗ് ആൻഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ മോളി, പുതിന ചമ്മന്തി, സലാഡ്, അത് കഴിഞ്ഞ് പപ്പടം. ഇത്രയും കാര്യമാണ് ഇന്ന് നമ്മൾ പക്കത്ത് കൊടുക്കുന്നത്. ഇവിടെ 507 കുട്ടികളാണ് പഠിക്കുന്നത്. ഇന്നിപ്പോൾ അറ്റൻഡൻസ് 400. ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ് 507 കുട്ടികളെന്ന് പറയുന്നത്. അത് ഇന്നിപ്പോൾ ഹാജരായിട്ടുള്ളത് 415 കുട്ടികളെന്ന് ഹാജരായിട്ടുണ്ട്. പാചകം എല്ലാം റെഡിയായിരിക്കുന്നുണ്ട്. എത്ര മണി കൊടുക്കും? 12:30 മണിക്ക് കുട്ടികൾക്ക് ആഹാരം കൊടുക്കും. തിങ്കളാഴ്ച ചോറ്, വെള്ളരിക്ക, പച്ചരി, വൻപയർ, തോരൻ, മല്ലി ഇല ചമ്മന്തി, പാൽ. ചൊവ്വാഴ്ച ചോറ്, പൈനാപ്പിൾ, പുളിശ്ശേരി, കൂട്ടുകറി, കോവയ്ക്ക തോരൻ. ബുധനാഴ്ച ചോറ്, സാമ്പാർ, കാബേജ് തോരൻ, കടല മസാല, മുട്ട. വ്യാഴാഴ്ച ചോറ്, എരിശ്ശേരി, മുതിരത്തോരൻ, മല്ലി ഇല ചമ്മന്തി, പാൽ. എല്ലാ ഔഷധവും കൂടെയാണ്. വെള്ളിയാഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ HM ഉണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടില്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായി അവർ ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോഴാണ് കാരണം നേരത്തെ പറഞ്ഞ് തയ്യാറെടുപ്പ് വേണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു 5 മിനിറ്റ് മുമ്പാണ് അവരെടുക്കുന്നത്. നിങ്ങളുടെ പറഞ്ഞ അതേ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞത്. എല്ലാം വളരെ തയ്യാറെടുപ്പാണ്. ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഒരു പൈസ ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നതിന് ഒരു കാര്യമില്ല. ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഉച്ചഭക്ഷണത്തിന്റെ പ്രിയം. അപ്പൊ അടുത്ത തവണ കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് പുറകിലോട്ട് പോക്കോ. അങ്ങോട്ട് പോവാം സാറേ. പുതിയ കറികളാണ്. മുട്ടക്കറിയുടെ മുട്ട അവിടെയാണോ? മുട്ട അവിടെയുണ്ട് സാർ. അത് റൈസിനകത്ത് ചേർക്കാണ് സാർ. അയ്യോ ആ മുട്ട ഹാളിലോട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് കണക്കോട് സൈഡിലേക്ക് പോയി